പെരിയ കൊലപാതക കേസിൽ പ്രതി ഇന്ന് ഒരു പ്രതി ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു. ഈ പ്രതി അറസ്റ്റിലാവുന്നതിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രതികരണത്തിൽ ഞങ്ങൾ അക്രമത്തിനെതിരാണ്, അക്രമ രാഷ്ട്രീയത്തിന് മാത്രമല്ല. ഒരുതരം അക്രമം ഉണ്ടാകാൻ പാടില്ല എന്നല്ല ഇത് ആദ്യം മുതലേ ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ പറയുന്ന നിലപാടാണോ ഞാനിന്ന് പറഞ്ഞത്? എന്താ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് മാധ്യമങ്ങൾ? CPM നേരത്തെ എടുത്ത നിലപാടിൽ ഒരു കാര്യത്തിലായ മാറ്റമാണ് ഇന്നലെ പാർട്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന. അത് ആ നിലയിൽ കാണാൻ പല ആളുകളും തയ്യാറായില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ബോധപൂർവ്വമല്ലേ? CPM മാറിയാലും CPM-നെ മാറ്റാൻ നിങ്ങൾ ചില ആളുകൾ തയ്യാറല്ല. ഇവരിങ്ങനെ തന്നെ ആയിപ്പോട്ടെ എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു മാർക്കറ്റ് ചെയ്യാനുള്ളൊരു മാധ്യമമാണ് മാർക്സിസ്റ്റ് അക്രമം. അത് മാർക്കറ്റ് ചെയ്യാനുള്ള ആയുധം നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ട് CPM-കാരുടെ പേരിൽ ഈ ആരോപണം എപ്പോഴും നിലനിർത്തണം. അതുകൊണ്ട് ചില സംഭവം നടക്കട്ടെ. അത്തരത്തിൽ ഒരു കൊലപാതകത്തെ നാട് അംഗീകരിക്കുന്നില്ല, നാട്ടിൽ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ജാഥ നടക്കുന്ന സമയമാണ്. ആ ദിവസം തന്നെ ഇത്തരമൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരമുള്ള ഒരു കൂട്ടർ സന്നദ്ധമാകും ഇത്തരമൊരു കാര്യം നടത്താൻ. CPM മാറാൻ ആഗ്രഹിച്ചാലും മാറാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് മാധ്യമങ്ങളോട് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം. മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റം എങ്ങനെയെന്ന് വിശദീകരിക്കേണ്ടത് CPM തന്നെയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളെയും അക്രമ രാഷ്ട്രീയത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് CPM പറയുമ്പോൾ അതേ നാവുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് TP വധക്കേസിൽ കുഞ്ഞനന്തനെ തെറ്റായി പ്രതി ചേർത്തു എന്നാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ കൊലപാതകം നടത്തിയവർ CPM-കാരനാണെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ ബോധമില്ലാത്തവരാണെന്ന വാദം കോടിയേരിയും പിണറായിയും ആവർത്തിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊലപാതകങ്ങൾ മാത്രമാണോ രാഷ്ട്രീയമായ ശരികേട്? വിശദീകരിക്കേണ്ടത് CPM തന്നെയാണ്. നമ്മളൊപ്പം അതിഥികളായി AN ഷംസീർ MLA, സതീശൻ പാച്ചേനി, മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാവണേശ്വരം, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ആസാദ് എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്നലെ പെരിയയിൽ കൊല്ലപ്പെട്ട 2 യുവാക്കളുടെ ചിത ഇപ്പോഴും കത്തിത്തീർന്നിട്ടുണ്ടാവില്ല. ഈ ചർച്ച ഒരുപക്ഷെ അവരുടെ ബന്ധുക്കൾ കൂടി കാണുന്നുണ്ടാകും. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് പരസ്പരം വെല്ലുവിളിച്ചും പഴയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുമുള്ള ഒരു മറ്റുള്ളവരെ കൂടി മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് ഇത് പോകരുത് എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം AN ഷംസീറിലേക്ക്. AN ഷംസീർ, നമ്മളിപ്പോൾ കേട്ടത് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതികരണമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. CPM മാറാൻ തയ്യാറാവുകയാണ് എന്ന് പറയുന്നു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതാണോ ഇന്ന് ഞാൻ പറയുന്നത്? ഞങ്ങൾ മാറാൻ തയ്യാറാവുകയാണ് എന്ന് പറയുന്നു. ഈ മാറ്റം എങ്ങനെയാണ് CPM വിശദീകരിക്കുക? എങ്ങോട്ടാണ് മാറുന്നത്? അതായത് അക്രമ രാഷ്ട്രീയവും കൊലപാതകവും ഇതിനു മുമ്പ് നടത്തിയെന്നൊരു ഏറ്റെടുപ്പ് കൂടിയാണ് ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുക. അങ്ങനെയെങ്കിൽ ആ മാറ്റം നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക? അതിൽ എനിക്കാദ്യം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കണക്ക് പറയരുതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം വെച്ച് മാത്രം ചർച്ച ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്കത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ല, ഇതിൻ്റെ മുകളിൽ വേറെന്ത് പലതും മാന്തി പറയാൻ നിന്നാൽ ചിലത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും കുടുംബത്തിനും പ്രയാസമുണ്ടാക്കുന്ന ഒരു പരാമർശവും എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ആ ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ വിയോഗത്തിൽ, അവരുടെ മരണത്തിൽ, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും ആത്മാർത്ഥമായി പങ്കുചേരുകയാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പം, അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പം അവരുടെ ബന്ധുക്കൾക്കും അവിടുത്തെ പാർട്ടിക്കും എത്രമാത്രം പ്രയാസമുണ്ടാകുമെന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന പാർട്ടിയാണ് CPIM. കാരണം CPIM-ന് നഷ്ടപ്പെട്ട പോലെ മറ്റു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പറഞ്ഞ കാസർകോട്ടെ പെരിയയിൽ നിന്നും കേവലം 10-25 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് കാസർകോട്ട് കുമ്പളയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലം. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന DYFI പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. അവിടെ നിന്നും കുറച്ചപ്പുറത്താണ് സഖാവ് ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 വീട്ടിലും പോയ ഒരാളാണ് ഞാൻ. ആ 2 കുടുംബത്തിൻ്റെ കണ്ണുനീർ, അവരുടെ അമ്മമാരുടെ കണ്ണുനീർ, സഹോദരിമാരുടെ കണ്ണുനീർ, ഭാര്യമാരുടെ കണ്ണുനീർ, ഇതൊക്കെ കണ്ട ഒരാളെന്ന നിലക്ക് ആ ഒരു ഫീൽ എനിക്ക് ഈ 2 ചെറുപ്പക്കാരുടെ വീട്ടിലും ഊഹിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവരുടെ ആ കൊലപാതകത്തിൽ ആത്മാർത്ഥമായി ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ CPIM-ൻ്റെ പ്രവർത്തകന്മാരോ ബന്ധുക്കളോ പ്രതിയായിട്ടുണ്ടെങ്കിൽ, CPIM ഒരു വലിയ പാർട്ടിയാണ്, CPIM-ൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് വികാരപരമായി തോന്നി എന്തെങ്കിലും കൊലപാതകം നടത്തിയാൽ അത്തരം സംഭവങ്ങളൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ CPM മുന്നോട്ട് വരില്ല. അത്തരം ആളുകൾക്കെതിരെ കർശന നിലപാട് തന്നെ സ്വീകരിച്ച് പോകും എന്ന് പാർട്ടി മെസ്സേജ് നൽകി. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ പിടിക്കപ്പെട്ട ഒരു പ്രതിക്ക് നേരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ആർക്കും ഒരു തരത്തിലുള്ള ഹൈഡൗട്ട്സും ഷെൽട്ടറും CPIM കൊടുക്കില്ല.
ഒരു പ്രതിക്കും നിയമസംരക്ഷണവും CPIM കൊടുക്കില്ല. CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ അതനുസരിക്കേണ്ട ഉത്തരവാദിത്വം CPIMൻ്റെ ഓരോ പ്രവർത്തകനും CPIMൻ്റെ ഓരോ ബന്ധുവിനും CPIMൻ്റെ അംഗങ്ങൾക്കുമുണ്ട്. അത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ CPIM പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കൊലപാതകത്തിലേക്ക് എത്തിയ കാരണങ്ങളോ കോടിയേരി പറയുന്ന മാറ്റം, ഷംസീർ ഒരു സംശയം, ഈ കോടിയേരി പറയുന്ന മാറ്റം ഇന്ന് മുതൽ ഉണ്ടായതാണോ? അതായത് ഏതോ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വയലൻസിൻ്റെ മാർഗം CPM ഉപേക്ഷിക്കുകയാണെന്ന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മാറ്റം സ്വാഗതാർഹമാണ്, കേരള രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറേയായി ഞങ്ങൾ ഒരു റിട്ടാലിയേഷനും നടത്താത്ത പാർട്ടിയെ നിങ്ങൾ പറയുന്നില്ല. ചില ഘട്ടങ്ങളിൽ ചില പ്രവർത്തകന്മാരുടെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ചിലത് ഞങ്ങൾ കോൺ ചെയ്യേണ്ടി വന്നിട്ട്, ഞങ്ങൾ ചിലത് ഡിസോൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സംഭവത്തെ ഞങ്ങൾ പൂർണ്ണമായും ഡിസോൺ ചെയ്യുന്നു. അതുമാത്രമല്ല, CPIM പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഇനി എന്തു തന്നെ പ്രകോപനങ്ങളുണ്ടായാലും ഒരു തരത്തിലും പ്രകോപനങ്ങൾ വീണരുതെന്നുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥന മാനിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ട്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടപ്പം ചിത കത്തിരിയുന്നതിനേക്കാൾ മുമ്പ് സമാധാന ചർച്ചയ്ക്ക് വന്ന പാർട്ടിയാണ് CPIM. 94 ജനുവരി 26 സുധീഷ് കൊല്ലപ്പെട്ടത്. സുധീഷിൻ്റെ ചിത തീരുന്നതിനേക്കാൾ മുമ്പ് കളക്ടറേറ്റിൽ വിളിച്ച സമാധാന ചർച്ചയിൽ പങ്കെടുത്ത പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ പൂർണ്ണമായും ഈ ചാനൽ കാണുന്ന ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഷംസീർ, ഇനി മുതൽ ഒരു CPM പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടാലും CPM പ്രവർത്തകർ തിരിച്ചടിക്കരുത്, അത്തരത്തിലുള്ള റിട്ടാലിയേഷൻ ഇനി ഉണ്ടാവരുത് എന്ന ഉറച്ച വാക്കുകളാണോ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളിൽ നാം മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അതെ, അത് തന്നെയാണ് അതിൻ്റെ സന്ദേശം. അതുമാത്രമല്ല, ഞങ്ങൾ എത്രയോ തവണ ആക്രമിക്കപ്പെട്ടിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൊല്ലപ്പെട്ട ഒരു ലിസ്റ്റ് നിങ്ങൾ പറയരുതെന്ന് പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ആക്രമിക്കപ്പെട്ട ഒരു ലിസ്റ്റും ഞാൻ പറയുന്നില്ല. ചില ഘട്ടങ്ങളിൽ ഗത്യന്തരമില്ലാത്തപ്പോൾ മാത്രമേ ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നു, ഇനി ഗത്യന്തരമില്ലാതായാലും റിട്ടാലിയേറ്റ് ചെയ്യാൻ പാടില്ല. അത് അക്ഷരം പ്രതി അനുസരിക്കേണ്ട ബാധ്യത CPIMൻ്റെ ഓരോ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഷംസീർ, ഇത്രയും നിർണായകമായൊരു തീരുമാനം ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റി എടുത്തതായിരിക്കുമല്ലോ. ഏതെങ്കിലും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ എടുത്ത തീരുമാനമാണോ ഇത്? അത് സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ യോഗം ചേർന്നെടുത്തൊരു തീരുമാനമാണോ? അതോ കോടിയേരി ബാലകൃഷ്ണൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ്? അങ്ങനെയല്ലല്ലോ CPMൻ്റെ ഒരു രീതി. CPMൻ്റെ രീതിയല്ലല്ലോ ഇപ്പം ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഈ കൊലപാതകമാണല്ലോ ചർച്ച ചെയ്യുന്നത്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ CPMൻ്റെ അഭിപ്രായമാണ്. ഇത് CPIM പാർട്ടി. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങളോട് പറഞ്ഞാൽ അത് CPIMൻ്റെ അഭിപ്രായമാണ്. അത് എന്തിനാ അപ്പം തന്നെ കുഴിയണേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് സംസ്ഥാന സമ്മേളനം എടുത്തതാണോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എടുത്തതാണോ, അത് സെക്രട്ടറി ചർച്ച ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞ അഭിപ്രായം അത് പാർട്ടിയുടെ അഭിപ്രായമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യം? പിന്നെ അതിൻ്റെ മുകളിൽ ഈ മാന്താൻ വരേണ്ട കാര്യമില്ലല്ലോ. അതിൽ സംശയമില്ല. മറ്റൊരു കാരണം ഷംസീർ, ഒരു പാർട്ടി സെക്രട്ടറി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ് ഷംസീർ ക്ഷുഭിതനായിട്ട് ആവശ്യമില്ല. അതായത് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഞാനൊരു ക്ഷുഭിതനായിട്ടില്ല, ഒരു ജാഥ ക്ഷുഭിതനായിട്ടില്ല. നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ചില ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷുഭിതനായി തോന്നും. അല്ലല്ല ഷംസീർ, നിങ്ങൾ കാസർഗോഡ് നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണം. ഓക്കെ കാസർഗോഡ് ഒരു ജാഥ നടക്കുകയാണ്, ഇലക്ഷൻ വരാൻ പോകുന്നു. ഷംസീർ കേൾക്കൂ, കാസർഗോഡ് ഒരു ജാഥ നടക്കുകയാണ്, ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു കൊലപാതകം നടക്കുന്നവർ രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ് എന്നാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇന്ന് രാവിലെയും അദ്ദേഹം ആവർത്തിച്ചു. മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അക്കാര്യം പറഞ്ഞു. അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊരു സന്ദേശം അതിലുണ്ട്. അല്ലാത്തപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തത് രാഷ്ട്രീയ ബോധ്യമില്ലാത്തതായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ ഞങ്ങൾ മാറി എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ അതേ നാവുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ ബോധ്യമില്ലാതെയാണ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു വ്യക്തത കുറവുണ്ട് ഷംസീർ. ഒരു വ്യക്തത കുറവിൻ്റെ പ്രശ്നമില്ല. പാർട്ടി പ്രവർത്തകന്മാർക്ക് പാർട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം. ആത്മാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ ഇത്തരം ഒരു രീതി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ പാർട്ടിയോട് ലെവലേശമെങ്കിലും തരിമ്പെങ്കിലും സ്നേഹമുള്ള ഒരാൾ ഈ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി ഇത്രയും പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയോട് ചെയ്ത ഏറ്റവും കൊടും വഞ്ചനയാണ്. അപ്പം അതുകൊണ്ട് അതിൽ വളരെ ക്ലിയറായി പാർട്ടി സെക്രട്ടറി പറഞ്ഞു, പാർട്ടി ഡിസോൺ ചെയ്യുന്നു, പാർട്ടി ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. പാർട്ടിയുടെ ഒരു സാധാ പ്രവർത്തകൻ പാർട്ടി വിദ്യാഭ്യാസമുള്ള ആളാണ്. അത്തരത്തിൽ പാർട്ടി വിദ്യാഭ്യാസമുള്ള ഒരാൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്തതിനെയാണ് പാർട്ടി സംശയിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയോട് ലെവലേശം സ്നേഹമുള്ള ഒരാൾ ഇത്തരം ഒരു രീതി ചെയ്യേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്രയും ഒരു മർഡർ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.
അതാണ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ശരി, ഷംസീർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ഷംസീർ, വളരെ വ്യക്തമായി ഷംസീർ, പറയാം. ഇനി മുതൽ ഞങ്ങൾ ആത്മാർത്ഥ ശരി, അപലപിക്കുന്നു. ഇനി മുതൽ ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ് CPM തീരുമാനമെങ്കിൽ ആ തീരുമാനം അറിയാതെയായിരിക്കുമോ ഇപ്പോൾ ഈ പെരിയയിലുണ്ടായ സംഭവം ഉണ്ടായത്? കാരണം ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതല്ല എന്ന് പറയുന്നത്, ഞങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രഖ്യാപനം പാർട്ടി അണികളിലേക്ക് നേരത്തെ ചെന്നിരുന്നെങ്കിൽ ഇന്നലത്തെ സംഭവം, ഈ കഴിഞ്ഞ ദിവസം സംഭവം ഒഴിവാക്കാമായിരുന്നില്ലേ ഷംസീർ? അപ്പോൾ ഇത് പാർട്ടി എടുത്ത തീരുമാനം അണികളിലേക്ക് എത്താൻ വൈകിയതിൻ്റെ ഫലമായിട്ടാണോ ഇന്നലെയുള്ള ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്? പാർട്ടി നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ്. പാർട്ടി ഓരോ ഘട്ടത്തിലും ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം തീർച്ചമൂർച്ച കൽപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ തെങ്ങും വന്ന് വീണാലല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റൂ? തെങ്ങും വന്ന് വീണ് കിട്ടും. ഇപ്പോൾ സംഭവം നടന്നു. ആ സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കർക്കശമായി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ട്, നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, CPIM ആക്രമിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും പലരും അംഗീകരിക്കാറില്ല. CPIM ഏകപക്ഷീയം ആക്രമണം നടത്തുന്ന പാർട്ടിയാണ് എന്നാണ് പലരും മുദ്രകുത്താറുള്ളത്. പക്ഷേ നിങ്ങൾ ഈ മീഡിയ വൺ അംഗീകരിച്ചു, ഞങ്ങൾ ഒരു ഭാഷത്ത് ആക്രമിക്കപ്പെടുന്ന പാർട്ടിയാണ് എന്ന്. ഞങ്ങളിപ്പോഴും പറയുന്നു, എന്തെല്ലാം പ്രകോപനങ്ങളും എന്തെല്ലാം ആക്രമണങ്ങളും ഞങ്ങൾക്ക് നേരെ ഉണ്ടായാലും ഇനി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പ്രകാരം ആത്മസംയമനത്തോടെ ചെമ്പതാക പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ഞാൻ മടങ്ങി വരാം. സതീശൻ പാച്ചേനി, ഇവിടെ ഈ കേസിൽ 6 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിൽ ആ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആളെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ കേരള പോലീസ് അന്വേഷിച്ചാൽ, ഈ കേസ് അന്വേഷിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളെ ഉണ്ടാവൂ എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അറസ്റ്റിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചന നടത്തിയ ആളാണ് ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, കൊന്നയാളുകളെ അല്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാദം അത്ര ശരിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗൂഢാലോചന നടത്തിയവരെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധാരണ വൈകാറുള്ളത്. TP വധക്കേസ് ഉൾപ്പെടെയുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഗൂഢാലോചനക്കാരനെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇനി കൊലപാതകികളെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. അവിടെ നടന്നു. CPM ആകട്ടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളുണ്ടെന്ന് പോലീസ് പറയുന്നയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തരല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്? അല്ല, ഇതിനു മുമ്പുള്ള ഓരോ കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 2 ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഷുഹൈബ് കൊല്ലപ്പെട്ടിരുന്നു. ഷുഹൈബ് കൊല്ലപ്പെട്ടപ്പോൾ എന്താണ് ഗവൺമെൻറ്റും പോലീസും സ്വീകരിച്ച സമീപനം? നിരന്തരമായ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള പ്രക്ഷോഭണത്തിൻ്റെ ഫലമായിട്ടാണ് നേരിട്ട് കേസിൽ പങ്കെടുത്ത, കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികൾ അറസ്റ്റിലായത്. ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പ്രശാന്തൻ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ട് പോലും 8 മാസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും ആ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പ്രശാന്തൻ CPM-നകത്തുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷന് മുമ്പിലും ബോംബുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച കോടിയേരി, അതുപോലെ തന്നെയുള്ള നിരവധി പ്രസ്താവനകൾ പ്രഖ്യാപിച്ച കോടിയേരി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിലായിപ്പോയി എന്നുള്ള വലിയ പ്രതിരോധം CPM-നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. എപ്പോഴെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രി അപലപിച്ചു, അത്രയും ഭാഗ്യം. പക്ഷേ മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കുന്നതിനാണ്. CPM അല്ലേ ചെയ്തത്? CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറ്റം ഞങ്ങളാരുമല്ലല്ലോ, അത് CPM ഉണ്ടാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒന്നുണ്ട് അജീംസ്, CPM കൊണ്ട് നടക്കുന്ന ഒരു ക്രിമിനൽ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ അപകടകരമായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവന ഇറക്കിയത് കൊണ്ടോ ഇപ്പോൾ ഒരു പീതാംബരൻ നേരിട്ട് പ്രതികളോടൊപ്പം സഞ്ചരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അത് ശരിയാണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അല്ലാണ്ട് പീതാംബരൻ ഗൂഢാലോചന കേസിലെ പ്രതിയല്ല. പീതാംബരൻ നേരിട്ട് പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. അതുകൊണ്ട് ഗൂഢാലോചനക്കാരനല്ല, നേരിട്ട് ഈ കൊലപാതകത്തിൽ ബന്ധമുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഒന്നാലോചിക്കണം, ഇത് എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പറയുമ്പോൾ ആരും വിശ്വസിക്കാത്തത്? TP കേസിൽ ഒരപലപനം ഉണ്ടായിട്ടില്ല. ഷുഹൈബിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒറ്റ വാചകം പറഞ്ഞു. പക്ഷേ ഈ മുഖ്യമന്ത്രി എത്ര വട്ടം ആ വീട്ടിൻ്റെ മുന്നിലൂടെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പോയിട്ടുണ്ട്? പോട്ടെ, ശൈലജ ടീച്ചർ ഒരമ്മയല്ലേ, ആ വീടിൻ്റെ മുമ്പിലൂടെയാണ് ശൈലജ ടീച്ചർ പോകുന്നത്, ഒരിക്കൽ പോലും അവിടെ കയറിയിട്ടില്ല. പോട്ടെ, ഗാന്ധിയൻ എന്ന് പറയുന്ന ഒരു കടന്നപ്പള്ളി മന്ത്രിയുണ്ടല്ലോ, അദ്ദേഹമെങ്കിലും ഒന്ന് അവിടെ കയറിയിട്ടില്ല. CPM-ന്റെ നിരവധി മന്ത്രിമാരുള്ള, മുഖ്യമന്ത്രിയുള്ള ഈ ജില്ലയിൽ ഒരാൾ പോലും ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ഇന്ന് വരെ കയറിയിട്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപിൽ പ്രതിസന്ധിയിലായതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തൽക്കാലം നടപടി
നടപടി അജിംസ ഇതിനു മുമ്പും പല കൊലപാതക കേസിലെടുത്തിട്ടുണ്ട്. നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയും, ഇതിൻ്റെ ചൂടാറും. സ്വാഭാവികമായിട്ടും അവർക്കുള്ള എല്ലാ നിയമസഹായം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ എത്രയോ കേസുകൾ കോൺഗ്രസ് പ്രവർത്തകന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയ എത്രയോ കേസുകളിൽ CPM നേതൃത്വം പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം CPMൻ്റെ ഈ ക്രിമിനലുകൾക്ക് കൊടുത്തിരുന്നു. ഇനിയും അവർ കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പാൻ നോക്കും എന്ന് മാത്രമേ ഉള്ളൂ. ശരി, സതീശൻ പാച്ചേനി, ഒരു കാര്യം, ഈ പറയുന്ന കാര്യത്തിൽ, ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ CPMനെ മാത്രമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിലൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും, എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇവിടെ CPM വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്. അതായത് ഇന്നു മുതൽ മാറുകയാണ് അവർ, ഞങ്ങൾ അക്രമ രാഷ്ട്രീയം കൈവെടിയുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ഒരു ആർജവം ആ പാർട്ടി സ്വീകരിച്ചു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ അക്രമ സംഭവത്തിലെ പ്രതിയെ പോലീസ് കണ്ടെത്തിയാൽ പുറത്താക്കുകയും ചെയ്തു. ഇത് സ്വാഗതാർഹമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിനെയൊക്കെ സ്വാഗതം എല്ലാവർക്കും ചെയ്യാമല്ലോ, സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഞങ്ങൾ. പക്ഷെ ഒന്നുണ്ട്, ഇത് ആത്മാർത്ഥമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറയുന്നതെങ്കിൽ അവരാദ്യം ചെയ്യണം, ഷുഹൈബിൻ്റെ മാതാപിതാക്കൾ CBI അന്വേഷണത്തിന് വേണ്ടി കൊടുത്ത ഹർജി സർക്കാരാണ് കേസ് നടത്തുന്നത്. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന്മാരെ, വിജയ് ഹസാരെ ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ കൊണ്ടുവന്ന് CPMൻ്റെ നേതാക്കന്മാരെ രക്ഷിക്കാൻ സർക്കാരാണ് ലക്ഷങ്ങൾ പൊടിപൊടിച്ച്. ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, സർക്കാർ പ്ലീഡർമാരുണ്ട്. അവരാരുമല്ല സുപ്രീം കോടതിയിലെ ഉന്നതരായിട്ടുള്ള അഭിഭാഷകരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടി സെക്രട്ടറിയും തീർച്ചയായിട്ടും പ്രഖ്യാപിക്കണം, ഷുഹൈബിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആയിക്കോട്ടെ, എന്താ ഭയപ്പെടാനുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഈ കൊലപാതകം അവസാനിപ്പിക്കാൻ സാധിക്കൂ പൂർണ്ണമായിട്ടും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇത് നടക്കും, ഇടയ്ക്ക് ആളുകളെ പുറത്താക്കും, എല്ലാ സംരക്ഷണവും കൊടുക്കും. ഇപ്പോൾ ഷുഹൈബ് കൊല്ലപ്പെട്ടൊരു വർഷം തികയുമ്പോൾ ആ ജാമ്യത്തിൽ വന്ന പ്രതികൾ എന്താ ചെയ്യുന്നറിയോ? അതേ ദിവസം അവിടെ ബോംബ് സ്ഫോടനം നടത്തി ആഘോഷിക്കുക ചെയ്തത്. ഇവരാണ് പറയുന്നത് ഞങ്ങളിന് ആയുധമെടുക്കില്ല, ഞങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾ മാറാൻ പോവുകയാണ്. ആര് വിശ്വസിക്കും ഈ കാപട്യം? അങ്ങനെയാണെങ്കിൽ നല്ലത്, എല്ലാവർക്കും നല്ലത്, ഈ നാടിന് നല്ലത്. ഒരുപാട് കുടുംബങ്ങൾ അനാഥമാകാതിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും ആശ്വാസമാണ്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ രവീന്ദ്രൻ രാമണേശ്വരം, ഈ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വയലൻസുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ രാഷ്ട്രീയ കാലുഷ്യങ്ങളുണ്ട്, വർഗീയ സാമുദായിക കാലുഷ്യങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസും CPMും ആ മേഖലയിൽ, ഉത്തര കേരളത്തിൽ അവർ ഏറ്റുമുട്ടുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാറുമായിട്ടാണ് CPMൻ്റെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുള്ളത്. ഇത് അവിടെ തുടർന്നു വരുന്ന സംഭവവികാസങ്ങളുടെ ഒരു തുടർച്ചയായി തന്നെ കാണണമോ, അതോ ഇതൊരു പ്രത്യേകതരം കേസായി തന്നെ, ഒരു പ്രത്യേക സംഭവം, വളരെ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ നടന്നൊരു സംഭവമായി തന്നെ കാണണമോ? എങ്ങനെയാണ് നിങ്ങളിതിനെ നോക്കിക്കാണുന്നത്? ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പരിസരമാണ്. ഇവിടെ ഈ കൊല്ലപ്പെട്ട 2 പേരും എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ആൾക്കാരാണ്. ഏകദേശം UDFൻ്റെ മേൽക്കൈയുള്ള ഒരു മേഖലയാണ്. പൊതുവേ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ കുറവായിരുന്നു. അത്യാവശ്യം ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ വലിയ കൊലപാതകങ്ങൾ ഒന്നും ഈ മേഖല ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്പോൾ നടന്ന ഈ കൊലപാതകം, ഇരട്ട കൊലപാതകം, അതൊരു അപരിചിതമായ ഒന്നും അത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഇരട്ടക്കൊലയിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അത് ട്രെയിൻഡായ ആൾക്കാരിലൂടെ മാത്രം നടക്കുന്ന ഒന്നാണ്. കൃത്യമായ പ്ലാനിലൂടെ മാത്രം അത്തരം ഒരു കൊലപാതകം നടക്കൂ എന്നതാണ്. അതായത് ഒരാളെ വെട്ടിയിട്ട് 150 മീറ്ററിലേക്ക് വലിച്ചെറിയുക, അതിനൊരു മറ്റൊരാളെയും കൂടി കൊലപ്പെടുത്തി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിടുക. ഇത് വളരെയധികം പരിശീലനം, പിന്നെ ജീപ്പിൽ വന്ന് വളരെ പ്ലാൻഡായിട്ട് വന്ന് ചെയ്ത ഒരു കൊലപാതകമാണ് ഇത് എന്ന് മനസ്സിലാവുന്നു. ഇനി CPM അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണ് എന്ന് തർക്കത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ജില്ല രൂപീകരിച്ച 84 മുതൽ ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ നിന്ന് ഈ കൊലപാതകത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡിയിൽ വ്യത്യാസമുണ്ട്. അത് പരിശോധിക്കുക. ഷംസീർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ ഒരു സാഹചര്യത്തിൽ CPM ജില്ലാ കമ്മിറ്റി ബോധപൂർവം ഇത്തരമൊരു കൊലപാതകം ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യതയില്ല. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, ഇനി ഏൽപ്പിച്ച ആൾ തിരഞ്ഞെടുത്ത സമയം മോശമായി പോയോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്.
കാസർഗോഡ് ജില്ലയിലെ കൊലപാതകങ്ങളുടെ പാർട്ടികളുടെ കൊലപാതകങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു കൊലപാതകങ്ങൾ ഒരാളും ബോധപൂർവം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് CPM സഖാവ് കോടിയേരിൻ്റെ പ്രസ്താവന ഇപ്പോൾ നേരത്തെ കേട്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ്. CPM മാറുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇപ്പോൾ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം, ചീമേനി കൊലപാതകം, അതിന് പുറമെ ഉള്ള മറ്റ് കൊലപാതകങ്ങളിലൊക്കെ പറശ്ശിനിക്കടവ് പാമ്പുകുളത്ത് കേന്ദ്രം തീയിട്ട് നശിപ്പിച്ച സംഭവം, ഈ സംഭവങ്ങളിലൊക്കെ CPM പരോക്ഷമായി പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പ്രതികൾക്കെതിരെ ഒന്നും ഉരിയാടിയിരുന്നില്ല. അതേസമയത്ത് സമീപകാല സംഭവങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്താനും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു ശുഭ സൂചനയായി കാണണം എന്നാണ് തോന്നുന്നത്. റൈറ്റ്, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ആസാദ്, ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടതുപോലെ CPM ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പാർട്ടിയുടെ തന്നെ വാക്കുകളായിട്ട് തന്നെ കാണണമെന്ന് N. ഷംസീർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ ഇവിടെ സതീശൻ പാഞ്ചേരി ചൂണ്ടിക്കാട്ടിയതുപോലെ വരാൻ പോകുന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ ഈ സംഭവത്തിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണോ CPM, അതോ ഇത് CPMൻ്റെ ഒരു പാർട്ടി ലൈൻ തന്നെ മാറുകയാണോ ഇത്തരം കാര്യങ്ങളിൽ? അല്ല, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അക്രമ സംഭവങ്ങളിൽ നിന്ന് പാർട്ടി പൂർണ്ണമായും മാറും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമാണ്. സത്യത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നേരത്തെ ഷംസീർ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും കൊലപാതകം നടത്തിയിട്ടുണ്ട്. CPMന് ധാരാളം പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് CPMനകത്ത്. ഇതൊക്കെ വാസ്തവം തന്നെയാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് CPMനുള്ളൊരു വ്യത്യാസമുണ്ട്. അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അവരൊരു വർഗ സമരത്തിലൂന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരേ വർഗത്തിൽപ്പെട്ട ഒരുപക്ഷെ മുതലാളിത്തത്തിൻ്റെ കെടുതികൾ, ചൂഷണങ്ങൾ, ഇതിനെതിരെ ഒന്നിച്ചു നിന്ന് പൊരുതേണ്ട സഹോദരങ്ങളെ ശത്രുപക്ഷത്താക്കുകയല്ല, അവർക്കെതിരെ സമരം ചെയ്യുകയല്ല, അവരെ കൂടി സമരപ്രസ്ഥാനത്തിൽ അണിനിരത്തിക്കൊണ്ട് മുതലാളിത്തത്തിനെതിരായുള്ള സമരം വിജയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലെ വിഭജനമുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ വലതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ബാധ്യതയില്ല. അവർക്ക് ഇത്തരം ചേരിതിരിവ് ഉണ്ടാക്കുന്നതും അന്യോന്യ വൈരം വർദ്ധിപ്പിക്കുന്നതിനും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് അസാധ്യമാണ്. അതുകൊണ്ട് നയപരമായി, പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മനുഷ്യരെ വേട്ടയാടാനോ ആക്രമിക്കാനോ കൊല്ലാനോ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ലോകത്തെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത്തരം വേട്ടകൾ എവിടെയുമില്ല. പക്ഷെ ഭരണകൂടമായി മാറുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോടിയേരി പറഞ്ഞതിലെ അവിശ്വസനീയമായ ഒരുപക്ഷെ നമുക്ക് സംശയം ഉണ്ടാക്കുന്നൊരു ഭാഗം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് എത്രമാത്രം പ്രായോഗികമാണ്. ഇപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ട്, ഇപ്പോൾ ചോദിച്ച പോലെ ഇലക്ഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം. അതല്ല എന്ന് പറയണമെങ്കിൽ തീർച്ചയായും കോടിയേരി ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് കോടതി ഒരു കൊലക്കുറ്റത്തിൽ ശിക്ഷിച്ച ഒരാളെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിർത്തിയിരിക്കുന്നത്? കൊലക്കുറ്റത്തിൽ ശിക്ഷിച്ചവരെ ജയിലിൽ പോയി കാണാൻ എന്തുകൊണ്ടാണ് CPM നേതൃത്വം ശ്രമിച്ചത്? അത്തരം തെറ്റുകളാണ്. ഞങ്ങൾ ഇനി അത് ചെയ്യില്ല എന്ന് പറയാനുള്ള ബാധ്യതയില്ലേ? നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതേപോലെ കോടതിയിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഭാഗമാവാനാവൂ എന്നറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പിശക്, നിയമവ്യവസ്ഥയ്ക്ക് എതിരായി സംസാരിക്കുന്ന, കുഞ്ഞനന്തനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പറ്റുമോ? ഇക്കണക്കിന് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്തിനാണ്? ഇന്ത്യയിലെ കോടതി എന്തിനാണ്? മേൽക്കോടതിയിൽ പോയി അവർക്ക് തെളിവുകൾ കൊടുക്കാം, അവർക്ക് നിരപരാധിത്വം തെളിയിക്കാം, അങ്ങനെയൊക്കെ കുഞ്ഞനന്തന് വേണമെങ്കിൽ പുറത്തു വരാലോ. പക്ഷെ അതിൽ ശ്രമിക്കാതെ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ കണ്ടെത്തി, അതുകൊണ്ട് അയാൾ നിരപരാധിയാണ് എന്ന് ഇന്നുപോലും കോടിയേരി പറയുന്നു എന്നിടത്താണ് സത്യത്തിൽ പറഞ്ഞതിൻ്റെ വൈരുദ്ധ്യമുള്ളത്. ഇത് സംശയാസ്പദമാണ്. ശരി ഡോക്ടർ ആസാദ്, ഞാൻ മടങ്ങി വരാം. N. ഷംസീർ, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇന്നു മുതൽ ഞങ്ങൾ മാറുകയാണെന്ന് പറയുമ്പോൾ ആ മാറ്റത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊന്ന്, ഇത്തരം അക്രമ സംഭവങ്ങളിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ളവർക്ക് പാർട്ടി നൽകുന്ന നിയമപരമായും അല്ലാതെയുമുള്ള സംരക്ഷണം, പരോക്ഷവും പ്രത്യക്ഷവുമായ സംരക്ഷണം, അതുകൂടി കൈയൊഴിയാൻ പാർട്ടി തയ്യാറാവണം. കാരണം അത്തരം സംരക്ഷണമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് നമുക്കെല്ലാം അറിയാം. ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടാകുമെന്നുള്ളതാണ്. CPM അല്ല, ഏത് പാർട്ടിയാണെങ്കിലും ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ആത്മവിശ്വാസം അതാണ്. പക്ഷേ ഇന്ന് മാറാൻ തയ്യാറാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ അതേ നാവ് കൊണ്ട് അദ്ദേഹം പറയുന്നത്
കുഞ്ഞനന്തനെ UDF സർക്കാർ തെറ്റായി പ്രതി ചേർത്തത് എന്നാണ്. പക്ഷേ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം UDF സർക്കാരാണെങ്കിലും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനമാണ് അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ അപ്പീൽ നടപടികളുമായോ മറ്റ് നിയമ പോരാട്ടങ്ങളുമായോ പോകുന്നതിന് പകരം അദ്ദേഹത്തെ പരസ്യമായി, ഒരു പ്രതിയെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന CPM. ഇവിടെയാണ് ഇന്ന് രാവിലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ക്ലെയിമിനെ അവിശ്വാസത്തോടെ നോക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു ബാക്ക് ഫയൽ പറയരുത് എന്ന് പറഞ്ഞു, എണ്ണം പറയരുതെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ആ ഭാഗമൊന്നും പറയാതിരുന്നത്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില കൊലപാതകങ്ങളെ ഗ്ലോറിഫൈ ചെയ്യാണ്. കൊലപാതകം ഏത് കൊലപാതകവും തെറ്റാണ്. ഈ പറഞ്ഞ കാസർകോട്ടെ കൊലപാതകം 2 പേരുടെ മരണം, ആ കൊലപാതകം അങ്ങേയറ്റം തെറ്റാണ്. അതുപോലെ സഖാവ് കണ്ണിപ്പൊയിൽ ബാബുവിൻ്റെ കൊലപാതകം തെറ്റാണ്, രവീന്ദ്രൻ്റെ കൊലപാതകം തെറ്റാണ്, മോഹനൻ്റെ കൊലപാതകം തെറ്റാണ്, ധനരാജൻ്റെ കൊലപാതകം തെറ്റാണ്, അഭിമന്യുവിൻ്റെ കൊലപാതകം തെറ്റാണ്, ഫാസിലിൻ്റെ കൊലപാതകം തെറ്റാണ്, സജിൻ ഷാഹുലിൻ്റെ കൊലപാതകം തെറ്റാണ്, എല്ലാ കൊലപാതകവും തെറ്റാണ്, ഹനീഫയുടെ കൊലപാതകം തെറ്റാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷേ നിങ്ങൾ സെലക്റ്റീവ് ഡിസ്കഷനിലേക്ക് മാത്രമേ വരൂ. CPIMൻ്റെ പുകളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളാകുമ്പം നിങ്ങൾ മാസങ്ങളോളം ന്യൂസ് അവർ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവും. മറിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെടുമ്പം കൊല്ലപ്പെടുമ്പം നിങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതിൽ ഞങ്ങൾക്കൊരു വിഷമം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ കുഞ്ഞനന്തൻ്റെ കാര്യം പറയാം. ഞങ്ങളിപ്പോൾ ഈ 4 പേരും, ഈ TV ചാനലിനകത്തിരിക്കുന്ന 4 പേരും ഈ കേസ് പുറത്തുനിന്ന് കണ്ട ഒരാളാണ്. ആ കേസിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിച്ച ഒരാളുണ്ട്. അത് ആ കേസിലെ പ്രോസിക്യൂട്ടറാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കുക കുഞ്ഞനന്തനെ കുറിച്ച്, കുഞ്ഞനന്തൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ. കുഞ്ഞനന്തന് ആ കേസിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഞങ്ങളിപ്പോൾ അപ്പീൽ പോയില്ല എന്ന് പറഞ്ഞു. ആ കേസ് പെൻഡിങ് ബിഫോർ ഹൈക്കോർട്ടാണ്, അപ്പീലിലാണുള്ളത്. ഞങ്ങൾ അപ്പീൽ എടുക്കില്ല, അത് ശരിയാണെന്നല്ലോ ഞങ്ങൾ പറഞ്ഞത്. അപ്പീലിൽ പോവും. പിന്നെ കുഞ്ഞനന്തൻ എന്തിനാ ജയിൽ ഒരു റിഫോർമേഷൻ സെൻ്ററാണ്. റിഫോർമേഷൻ സെൻ്ററിൽ പോകുന്ന പൗരന്, ഒരു ഇൻമേറ്റിന് അയാൾക്ക് റൈറ്റ്സ് ഉണ്ട്. ജയിലിൽ കിടക്കുന്നവർക്ക് റൈറ്റ്സ് ഇല്ലേ, ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ? നിങ്ങളെന്താ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞനന്തന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കുഞ്ഞനന്തൻ മനുഷ്യനല്ലേ? നിങ്ങളുടെ യൂണിറ്റിനെ നിങ്ങളൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അയക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുക. CPIM പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ അവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സിനോട് ചോദിക്കുക അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടോ. കുഞ്ഞനന്തൻ ഒരു പ്രശ്നവുമില്ല, സുഖിക്കുകയാണ് എന്ന രീതിയിൽ എന്തിനാണ് ഈ പ്രചരണം നടത്തുന്നത്? കുഞ്ഞനന്തന് ഏത് അവിഹിതമായ നേട്ടം കിട്ടിയിട്ടുള്ളത്? ഏതൊരു പൗരനും ഏതൊരു ജയിൽ മേറ്റിനും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞനന്തന്റെ ആരോഗ്യ പ്രശ്നത്തിൽ ഒറ്റ കാര്യം, ഈ കുഞ്ഞനന്തന്റെ ആരോഗ്യ പ്രശ്നത്തിൽ എന്തെങ്കിലും സംശയം ഉന്നയിച്ചത് ഞങ്ങളല്ല, ഹൈക്കോടതി തന്നെയാണ് ഇത്തരം വാക്കാൽ പരാമർശം നടത്തിയത്. ഒന്ന്. 2, കുഞ്ഞനന്തൻ മാത്രമല്ല TP വധക്കേസിലെ പ്രതി, ഈ പറയുന്ന കൊടിസുനിയും പ്രതിയായിരുന്നു. കൊടിസുനി പരോളിൽ ഇറങ്ങിയാണ് വിവാഹം കഴിച്ചത്. കൊടിസുനി ഏറ്റവും ഒടുവിൽ പോലീസ് അറസ്റ്റിലായത് എന്തിനാണെന്ന് അറിയാമോ? പരോളിലിറങ്ങി സ്വർണ്ണക്കടത്ത് നടത്തിയെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അപ്പോൾ ഈ പരോൾ എന്നുള്ളത് ഒരു പ്രതിയുടെ അവകാശമാണെങ്കിലും പരോൾ നൽകാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഷംസീർ. അവിടെയാണ് ഇത്തരം അവ്യക്തതകളും സംശയങ്ങളും ഉയരുന്നത്. ഒരു ന്യൂസ് അവറിനകത്ത് വന്ന് ഡിബേറ്റ് ആങ്കർ ചെയ്യുന്ന ഒരാൾ അപ്ഡേറ്റഡ് ആവണം, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, പഠിക്കണം. CPMന് അടിക്കാൻ കിട്ടുന്ന വടി എന്ന നിലയിൽ ആഞ്ഞടിക്കരുത്. കൊടിസുനി വിവാഹം കഴിച്ചതായി എൻ്റെ ശ്രദ്ധയിലില്ല, എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അത് കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. പരോളിലിറങ്ങിയ പ്രതി ക്രൈമിൽ ഏർപ്പെടാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും പിന്തുണക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അത്തരത്തിലൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നുമില്ല. അപ്പം നിങ്ങൾക്ക് CPIMനെ അടിക്കാൻ വേണ്ടി ഇത്തരം തെറ്റായ വാർത്തകൾ TV-യിലൂടെ കൊടുക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, ബോംബുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പാർട്ടി ഓഫീസിൽ ഞങ്ങൾ 3 ടൈപ്പ് ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയല്ലേ? നിങ്ങൾ ഗാന്ധിയന്മാരെന്നല്ലേ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ഈ നാടിനോട് ചെയ്ത അത്രയും ക്രൂരതയൊന്നും കൊടിസുനി എന്നുള്ളത് എൻ്റെ ഭാഗത്ത് കണക്ക് പറയണോ? ക്ഷമിക്കണം, കൊടിസുനി എന്നുള്ള മുഹമ്മദ് ഷാഫിയാണ് വിവാഹം കഴിച്ചത്. അതെ, പലപ്പോഴും ഈ നാക്കുപിഴയാണ്. ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു തെറ്റുപറ്റിയാൽ തിരുത്താമല്ലോ ഷംസീർ. ഒറ്റ കാര്യം, ഈ കൊടിസുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ്. കൊടിസുനിക്ക് CPMുമായി ബന്ധമില്ല എന്നാണ് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPMുമായിട്ട് ബന്ധമില്ല, അതൊരു ക്രിമിനലായിരുന്നു. അദ്ദേഹത്തിനെതിരെ 37 കേസോ മറ്റോ ഉണ്ടെന്നാണ് TP വധക്കേസ് കാലത്തെ വാർത്തകൾ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരാളെ മറ്റൊരു ക്രൈം നടത്താൻ വേണ്ടി പരോളിൽ ഇറക്കി വിട്ടത് ഈ സർക്കാരാണ്. എനിക്കറിയില്ല അയാളുടെ പേരിൽ എത്ര കേസുണ്ടെന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ വിവരം എൻ്റെ ശ്രദ്ധയിലുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കട്ടെ, തീരുമാനിക്കട്ടെ. എനിക്കറിയുന്ന കാര്യമല്ല.
അല്ല, അപ്പൊ നിങ്ങൾ കൊടിസുനി ഒരു നോൺ ക്രിമിനലാണ്. റൈറ്റ് ആണ്. അല്ലല്ല, കൊടിസുനി ഒരു നോൺ ക്രിമിനലാണ്. അദ്ദേഹം CPM കാരനല്ല എന്ന് ആവർത്തിച്ച് അയാളെ നിഷേധിച്ചുകൊണ്ടിരുന്നത് CPM നേതൃത്വം തന്നെയാണ്. അതേ കൊടിസുനിയെയാണ് പരോളിൽ ഇറക്കി വിട്ട് മറ്റൊരു ക്രൈം ചെയ്യാൻ അനുവദിച്ചത്. ഇവിടെ നിങ്ങൾ വിഷയം കൊടിസുനിയാണോ ചർച്ച? അല്ല, ഞാൻ താങ്കൾ വിശദീകരിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. കൊടിസുനി അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ കൊടിസുനി അല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. കൊടിസുനി ചർച്ച ചെയ്യുമെങ്കിൽ നമുക്ക് അത് ആ വിഷയം ചർച്ച ചെയ്യാം. CPM പ്രതികളെ CPM പ്രതികളെ അല്ല ശംസീർ, അതല്ല വിഷയം. ഞാൻ അതല്ല വിഷയം. അതല്ല വിഷയം അതല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നത്തെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആത്മാർത്ഥതയോടെ ഉള്ളതാണെങ്കിൽ പ്രതികളെ ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികളായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമെങ്കിൽ ഈ സംരക്ഷണ പരിപാടി നിർത്തലാക്കുമോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ കൊടിസുനിക്ക് പരോൾ നൽകുന്നതും പ്രതിയാക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് നിയമസഹായം നൽകുന്നതും മറ്റൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ്. അത് സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല, ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. അതെ, സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ്. കൊടിസുനി CPM കാരനാണ്. ഒറ്റ ചോദ്യം, കൊടിസുനി CPM കാരനാണോ? ഷംസീർ, കൊടിസുനി CPM കാരനാണോ? കൊടിസുനി പാർട്ടി CPIM-ന്റെ ഏതെങ്കിലും പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ആളല്ല കൊടിസുനി. CPM-ന് എത്ര അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി കണക്ക് നിങ്ങളുടെ മീഡിയ വണ്ണിന്റെ ഗാലറിയിൽ പോയി നോക്കൂ. കാരനല്ലെങ്കിൽ കുഞ്ഞനന്തന് ലഭിക്കുന്ന അതേ പരോൾ കൊടിസുനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ ഞാനൊരു കാര്യം പറയാം. അത് നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഏതൊരു പൗരനും അവകാശമുണ്ട്. ഇവിടെ പരോളാണോ ചർച്ച? എങ്കിൽ അത് ചർച്ച ചെയ്യാം. ഞാൻ അതിന്റെ മെറ്റീരിയൽസ് എടുത്ത് വരാം. നിങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിളിച്ചത് എന്താ? കാസർകോട്ടെ കൊലപാതകമാണ്. അത് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് നിങ്ങൾ ചോദ്യം പേപ്പർ തന്നിട്ട് ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുന്ന പോലെയാണ്. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം പ്രതിയാണെന്ന് കണ്ടെത്തപ്പെട്ട നിങ്ങൾ കുഞ്ഞനന്തന്റെ കാര്യത്തിൽ അപ്പീൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം പ്രതിയാണെന്ന് കണ്ടെത്തിയ ഒരാൾക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു സംശയവും വേണ്ട അജിംസെ. നിങ്ങൾ 4-5 പേര് ചർച്ച ചെയ്താലൊന്നും കുഞ്ഞനന്തനെ ഞങ്ങൾ തള്ളി പറയാൻ പോകുന്നില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഈ ചാനലിനോട് പറയാം. നിങ്ങൾ 4-5 ആളുകൾ കുഞ്ഞനന്തനെ മഹാഭീകര ചിത്രീകരിച്ചാലൊന്നും CPIM കുഞ്ഞനന്തനെ തള്ളി പറയാൻ പോകുന്നില്ല. കുഞ്ഞനന്തന്റെ ആരോഗ്യ പ്രശ്നത്തിനകത്ത് ഇടപെടും. കുഞ്ഞനന്തന് ആവശ്യമായ ന്യായമായി ലഭിക്കേണ്ട പരോൾ വാങ്ങിച്ചു കൊടുക്കാൻ CPM ഇടപെടും. നിങ്ങൾ അതിനുള്ള തർക്കത്തിലാണെങ്കിൽ നിങ്ങൾ തർക്കിച്ചോ. ഞങ്ങൾ വളരെ ക്ലിയറായി പറയാം. ലഭിച്ച പരോൾ തെറ്റായ തീരുമാനമായിരുന്നു. ഞങ്ങൾ ആരും അതിന് ഇടപെട്ടിട്ടില്ലല്ലോ. തെറ്റായ തീരുമാനമായിരുന്നു. അജിംസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മാന്യമായി ഒരു ഡിബേറ്റിന് വിളിച്ചിട്ട് നിങ്ങൾ ആ ചർച്ച ചെയ്യാതെ നിങ്ങൾ കൊടിസുനിയിലേക്കും കുഞ്ഞനന്തനിലേക്കും TP-യിലേക്കും പോകുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യം കോഡ് ഓഫ് കോണ്ടക്ട് പറഞ്ഞു. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. അവതാരകൻ കാണിക്കേണ്ട മാന്യത പാർട്ടി മാറി എന്ന് ആ മാറ്റത്തിൽ എത്രമാത്രം പാലിക്കേണ്ട മര്യാദയുണ്ട്. ആ മര്യാദ നിങ്ങൾ ഒരു കാര്യം മാറുകയാണെന്ന് പറയുമ്പോൾ ആ മാറ്റം എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് പരിശോധിക്കുകയാണ് ഷംസീർ ചെയ്യുന്നത്, അല്ലാതെ ഇതിൽ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘനം ഒന്നുമില്ല. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞാൽ അത് ആത്മാർത്ഥമായി തന്നെയാണ്. ഇനി ബോംബിന്റെ കഥ പറഞ്ഞു. ഇവിടെ ബോംബ് ഞങ്ങളാണോ? ആരാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ഞങ്ങളാണോ? അല്ലല്ലോ. മടങ്ങി വരാം. ഇത്തരത്തിൽ 3 ടൈപ്പ് ബോംബ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ സതീശൻ പാച്ചേനിയാണ്. സതീശൻ പാച്ചേനി അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. ബോംബ്, ആളെ കൊല്ലുന്ന ബോംബ്. ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തെ കുറിച്ചുള്ള നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എത്രമാത്രം തെളിവുകളോടെയാണ്? ഒന്ന്. രണ്ട്, ഷംസീർ കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതികളായവരെ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഇനി മുതൽ ആ സംരക്ഷണമില്ല എന്ന് തന്നെയാണെന്ന് പീതാംബരനെ പുറത്താക്കിയതിലൂടെ പാർട്ടി തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വിശ്വാസത്തിലെടുക്കണ്ടേ എന്നാണ് മറ്റൊരു ചോദ്യം. മുൻ അനുഭവം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം ആദ്യം തള്ളിപ്പറയുകയും പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുകയും നിയമത്തിൻ്റെ വഴിക്ക് എന്ന് പറയുകയും അത് കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ആ പ്രതികൾക്കും അവർക്ക് ജയിലിൽ പോയി അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവരെ കുടുംബത്തെ നോക്കാൻ എല്ലാം പാർട്ടി മുന്നിലുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിലായതുകൊണ്ട് ഒരു അപലപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ആത്മാർത്ഥമായിട്ടല്ല. വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ നയം മാറ്റം ഇനി ആത്മാർത്ഥമാണെന്നിരിക്കട്ടെ,
എങ്ങനെ തീരുമാനിച്ചത്? ഇന്നലെ AKG സെൻറ്ററിൽ പിണറായിയും കോടിയേരിയും തമ്മിൽ കണ്ടപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ പറയുകയേ നിവൃത്തിയുള്ളൂ. വേറെ എന്ത് ആത്മാർത്ഥ്യമുള്ളൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷുഹൈബ് കേസിൽ ഇപ്പോഴും CBI അന്വേഷണത്തെ ഭയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരാണ് കേസ് ഏറ്റെടുത്ത് നടത്തുന്നത്. സർക്കാർ അത് പറയണം കോടിയേരിയും പിണറായിയും, ഞങ്ങൾ അതിൽ ഇല്ല. എന്തേ CBI അന്വേഷണം നടത്തിയാൽ പ്രശ്നം? അപ്പോൾ ഭയമുണ്ട്. അപ്പോൾ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച CPM നേതാക്കന്മാർ അകത്താകും. അതാണ് ഇത്. ഇവരുണ്ടാക്കി വെച്ചൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ വഴിയെ അവരുടെ നേതാക്കന്മാർ പോകുന്നു. ഇപ്പോൾ കാസർഗോഡ് കൊലപാതകം സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ സമീപകാലത്ത് പോലും അവിടുത്തെ MLA അടക്കമുള്ളവരോട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ പോയി അദ്ദേഹവുമായി ഈ അടുത്ത നാളുകളിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ വിഷയങ്ങൾ ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ CPM തയ്യാറായിട്ടില്ല. മാത്രമല്ല പോലീസിന് മുമ്പിൽ അറിയാം ഇവർക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത്. പോലീസും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ കാറ്, പ്രതികൾ സഞ്ചരിച്ച കാറ് 3-4 ദിവസമായി ഇവിടെ ചുറ്റിക്കറങ്ങുന്നു. മിനിഞ്ഞാന്ന് രാത്രി മുതൽ CPMൻ്റെ ശക്തി കേന്ദ്രത്തിലെ കാറുണ്ട്. ഇന്നലെ പോലീസ് കണ്ടു, ചാനലുകാർ പകർത്തിയെടുത്തു. ഇന്നാണ് കാറ് കസ്റ്റഡിയിലെടുക്കുന്നത്. എത്രമാത്രം നിഷ്ക്രിയത്വമുണ്ട് പോലീസിൻ്റെ കാര്യത്തിൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടേണ്ടി വരുന്നത്. കാരണം ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ, ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും കോടിയേരിയും പറയുന്നത് ഒറ്റ കാര്യം, അതായത് ഈ പീതാംബരനിൽ ഒതുങ്ങുന്നതല്ല, അതിന് മുകളിലുള്ളവരുടെ മനസ്സറിവോടെയാണ് ഇത് നടന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾ പഠിച്ചപ്പോൾ പീതാംബരൻ മാത്രമല്ല, പീതാംബരനേക്കാൾ മുകളിലുള്ളവരും പീതാംബരൻ്റെ താഴെയുള്ളവരും ഉണ്ട്. പീതാംബരൻ ഉണ്ട് എന്നുള്ളത് അവിടെ നാട്ടിൽ പാട്ടാണ്. ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും അറിയാം. പീതാംബരൻ പ്രതികളെ കാണിച്ചു കൊടുത്തു, പ്രതികളോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്തു എന്നൊക്കെ അവിടെ ഏകദേശം എല്ലാവരും പറഞ്ഞ് ഇന്നലെയൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ പീതാംബരൻ്റെത് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള പങ്കാണ്. പക്ഷേ പീതാംബരൻ മാത്രമല്ല, അവിടുത്തെ CPMൻ്റെ പല നേതാക്കന്മാരും ഇതറിയും. ഈ ആസൂത്രണം അവരറിയും. പിന്നെ ആരാണ് കൊന്നത് എന്ന് നേരിട്ട് വെട്ടിയ കുത്തിയ ആളുകൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അത് വളരെ കുഞ്ഞനന്ദനെ പോലുള്ളവർ വളരെ എന്തൊരു ബഹുമാനമാണ് കുഞ്ഞനന്ദനോട് പ്രിയപ്പെട്ട ഷംസീറിന്. കാരണം ബഹുമാനമില്ലാതിരിക്കാൻ കഴിയില്ല. എത്രയോ കൊലപാതകങ്ങൾ, ക്രിമിനലുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തുന്നത് കുഞ്ഞനന്ദനാണ്. അത് കുഞ്ഞനന്ദന് മാത്രം അറിയുന്ന രഹസ്യമാണ്. ആ കുഞ്ഞനന്ദൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ, ആ കുഞ്ഞനന്ദൻ്റെ സുഖവിവരം അന്വേഷിച്ചില്ലെങ്കിൽ CPM നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഇത്ര ആകാംക്ഷ, വേറെ ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയല്ല, മറിച്ച് അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഒന്ന് പറയട്ടെ, ഞങ്ങൾ കൊല്ലാൻ നടക്കുന്നവരാണ്, ബോംബ് കൊണ്ട് നടക്കുന്നവരാണ്. ഷംസീർ പറഞ്ഞല്ലോ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകനുണ്ടോ ഷംസീറെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട്? അവിടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. എന്തു പറ്റി? എങ്ങനെ അകത്തായി ഇവരൊക്കെ? ഞങ്ങൾ കള്ളക്കേസെടുത്ത് ശിക്ഷിച്ചതാ? അല്ലല്ലോ, കോടതി ശിക്ഷിച്ചകത്തായതല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ പറയണം ഉത്തരം. ഇതെങ്ങനെ സംഭവിച്ചു? കണ്ണൂർ മാത്രമല്ല, മറ്റു ജയിലിലേക്ക് പോ. ഏറ്റവും കൂടുതൽ ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം, ഈ കൊലപാതകത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി പരിശോധിക്കുമ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഇതൊരു പ്രൊഫഷണൽ കില്ലിംഗ് ആണ് എന്നാണ് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത്. ഇതിന് മുമ്പ് അത്തരം ഒരു കാര്യമുണ്ടായിട്ടുള്ള TP വധക്കേസിലാണ്. അതായത് കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ച് വളരെ ദീർഘസമയത്തെ ആസൂത്രണത്തിന് ശേഷം കാത്തിരുന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് കരുതി ഉറപ്പിച്ച് നടത്തുന്ന ഒരു ഓപ്പറേഷനായിരുന്നു ഈ 2 കൊലപാതകങ്ങളും. ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതായത് ഉത്തര കേരളത്തിലെ പാർട്ടി കൊലകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പരിശോധിക്കുമ്പോൾ അതിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പങ്കെടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ TP വധക്കേസിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇൻസ്റ്റൻസാണിത്. ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പിടിയിലായ പ്രതികൾ കൊടുത്ത മൊഴി പുറത്തു നിന്നുള്ള ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കുറേ കൂടി ഗൗരവമാണ്. കാരണം ഇത്തരത്തിൽ കൊല്ലാൻ ഉദ്ദേശിച്ച് കരുതിക്കൂട്ടി പ്രൊഫഷണലായി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ചെയ്ത ആളുകൾക്ക് ആയുധ പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതിൽ ഈ കൊലപാതകം ട്രെയിൻഡ് ആയ ആൾക്കാർ ചെയ്തതാണ് എന്നുള്ളത് പോലീസ് ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ പ്രാദേശിക തലത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ആ മേഖലയിലുള്ള വ്യക്തിപരമായ ഈഗോയും ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ സാധാരണ പാർട്ടികളുടെ മേൽഘടകത്തിൻ്റെ അനുമതിയോടുകൂടി ഇത്തരം ഓപ്പറേഷൻ നടപ്പാക്കുന്നത് സാധാരണമാണ്. എന്നാൽ അതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ
കൃത്യമായ റൂട്ടിലല്ലാതെ വേറെ രീതിയിലൂടെ ലോക്കൽ തലത്തിൽ തന്നെ കൊട്ടേഷൻ ഡയറക്റ്റ് എടുത്ത് ഇനി കൊല നടത്തിയതാണോ എന്നും നമുക്ക് സംശയിക്കാം. അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അത് നേരത്തെ പറഞ്ഞു, നിലവിൽ ഒരു ജാഥ LDFൻ്റെ ഇലക്ഷൻ ജാഥയാണ് കടന്നുപോയത്. ആ സമയം തിരഞ്ഞെടുക്കാൻ ഒരു സാധ്യതയില്ല. മറ്റൊന്ന്, ഈ മേഖല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ K. കുഞ്ഞിരാമനെ MLA ഉദുമയിൽ ജയിപ്പിച്ച ഒരു മണ്ഡലമാണത്. ആ മേഖലയിൽ LDFന് വോട്ട് സ്വാധീനം വളരെ കുറവാണ്. അതേസമയത്ത് മറ്റ് ചില സമവാക്യങ്ങൾ മുഖേന K. കുഞ്ഞിരാമന് വലിയ തോതിൽ വോട്ട് അവിടെ. ആ മേഖല ഒരു കൊലപാതകം നടത്തിയാൽ ബോധപൂർവ്വം CPM നേതൃത്വം, ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ബോധപൂർവ്വം ഒരു കൊലപാതകം നടത്താൻ സാധ്യതയില്ല. അതേസമയത്ത് വ്യക്തിപരമായും രാഷ്ട്രീയവുമായ ഈഗോയും വൈരാഗ്യങ്ങളും ഒക്കെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മറ്റ് നാട്ടുകാരിൽ നിന്നുള്ള കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതൊക്കെ ഇത് പരിശോധിക്കണം. പക്ഷേ നമ്മൾ പറഞ്ഞ ഈ ട്രെയിനുണ്ട്, കൊട്ടേഷൻ സംഘത്തെ മറ്റൊരു റൂട്ടിലൂടെ മേൽക്കമ്മിറ്റിയിലൂടെ അല്ലാതെ താഴെ ഘടകത്തിലൂടെ ഡയറക്റ്റ് കോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നം. പിന്നെ മറ്റ് 1-2 കാര്യങ്ങൾ കൂടി ഈ ചർച്ച ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഈ ഇരട്ട കൊലപാതകം നമുക്ക് അവസാനത്തെ കൊലപാതകമാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിനൊരു മാതൃക കൂടി ഞാൻ പറയാം. കാരണം റിയാസ് മൗലവിയുടെ കൊലപാതകം നടന്നപ്പോൾ അതിന് റിട്ടാലിയേഷൻ ഉണ്ടായിട്ടില്ല. സാധാരണ കാസർഗോഡ് അത് ഉണ്ടാവാറുണ്ട്. കേരളം ഞെട്ടിപ്പോയ ഒരു മൗലവിയുടെ കൊലപാതകത്തിന് ശേഷം അതിന് പ്രത്യാഘാതം ഉണ്ടാകും. കാരണം ആത്മസംയമനം ബോധവൽക്കരണത്തിലൂടെ വരുത്തുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അതിനുള്ളൊരു പ്രതികാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്തരം മാതൃകകളുടെ രാഷ്ട്രീയ നേതൃത്വം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരം കൊലപാതകങ്ങൾ അവസാനിക്കുകയുള്ളൂ. പക്ഷേ അതേസമയം അതൊരു പ്രധാന പോയിന്റാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ റിയാസ് മൗലവിയുടെ കൊലപാതകം തികച്ചും വർഗീയമായ കാലുഷ്യം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് പോലീസ് കേസിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ആ മാതൃക രാഷ്ട്രീയ നേതൃത്വം പിൻപറ്റാറില്ല. കാരണം അവർ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെയല്ല സാമുദായിക കൊലപാതകങ്ങൾ, മറ്റതിനാണ് പ്രഹരശേഷി കൂടുതലെന്നാണ് പറയാറുള്ളത്. പക്ഷേ കേരളത്തിലെ അനുഭവം പ്രഹരശേഷി കൂടുതലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് എന്നുമാണ്. അല്ല, അതിൽ ഞാൻ ഒരു പോയിന്റ് ഞാൻ പറയാം. അല്ല, ഞാൻ താങ്കളെ ഡോക്ടർ ആസാദിനോടാണ് ചോദ്യം. നമ്മുടെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ കൊലപാതകമില്ല, കൊലപാതകങ്ങളൊക്കെ ഒരേപോലെയാണ്. പക്ഷേ സാധാരണ രീതിയിൽ പറഞ്ഞ പോലെ വർഗീയത അല്ലെങ്കിൽ ഫാഷിസത്തോളം എത്തുന്ന അതിൻ്റെ രൗദ്രത വളരെ പ്രയാസകരമാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ മറ്റ് കൊലപാതകങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. അതൊക്കെ ശരിയാണ്. ഇവിടെ എനിക്ക് നമ്മൾ പറഞ്ഞ ചർച്ചയിലേക്ക് വന്നാൽ ഷംസീർ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു വാക്യം വളരെ പ്രധാനമാണ്. അത് കുഞ്ഞനന്തനെ സംബന്ധിച്ച ഞങ്ങളെയൊന്നും കുഞ്ഞനന്തനെ തള്ളിപ്പറയാൻ നിർബന്ധിക്കേണ്ട, ഞങ്ങളത് ചെയ്യില്ല എന്ന് ശക്തമായി പറഞ്ഞു. നമുക്ക് കുഞ്ഞനന്തനോട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല, അല്ല നമുക്കാർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുഞ്ഞനന്തൻ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ച ഒരു കുറ്റവാളിയാണ്, ജയിലിൽ കഴിയുന്നൊരു കുറ്റവാളിയാണ്. ഒരു കുറ്റവാളി നിരപരാധിയാണ് എന്ന് കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതിലെ പ്രധാന സംസ്ഥാന കമ്മിറ്റി അംഗവും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നാളെ ഏത് കുറ്റവാളിയെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്ത് ഏത് പാർട്ടിക്കും ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ കഴിയുമ്പോൾ തകർന്നു പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനമാണ്, അതിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതകളാണ്. ഇവിടെ ആരാണ് നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ നിയമവ്യവസ്ഥയെ താങ്ങി നിർത്തുക? എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് അയാളെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയുന്നൊരവസ്ഥയിലെത്തിക്കുന്നത്? അതിനർത്ഥം എന്താണ്? ഈ പറയുന്നതൊക്കെ വെറുതെയാണെന്നാണ്. ഒരു കുറ്റവാളിയെ അയാൾ പേരിന്റെ പ്രശ്നം. അതിനുകൂടി താങ്കൾ മറുപടി നൽകണം, വളരെ ചുരുക്കി, നമുക്ക് സമയം അവസാനിക്കാറായി. അതിൽ ഞാൻ ഒരു കാര്യം, സംരക്ഷണം എന്താണ് കൊടുത്തത്? ചികിത്സ. അദ്ദേഹത്തിന് ചികിത്സയെ പറ്റിയല്ല പറയുന്നത്, ആരോഗ്യ പ്രശ്നമുണ്ട്, ചികിത്സയല്ല. നിങ്ങൾ പറയുന്നത് പ്രകാരം നിങ്ങൾ അയാൾ ചികിത്സയല്ലേ ഇപ്പൊ കൊടുക്കുന്നത്? വേറെ ചികിത്സ കൊടുക്കണ്ടേ? ആവണമെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാവണം. ആവണമെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യം വേണ്ടേ? ഈ ഹയർ കോർട്ടിൽ തീരുമാനിക്കേണ്ടത്. ഹയർ കോർട്ടിൽ അപ്പീൽ കേട്ട് ഹയർ കോർട്ടിൽ അയാൾ അപ്പീൽ കൊടുത്ത് അപ്പീൽ കേട്ട് അപ്പീൽ എക്യൂറ്റിലാകുമ്പം അതുവരെ അയാൾക്ക് ജീവിക്കട്ടെ. ആരും ചികിത്സയെ എതിർത്തില്ല. നിങ്ങൾ ഭരണഘടനയെ എതിർക്കുന്നു.
നിങ്ങൾ Parole- കുറ്റവാളികൾക്കൊപ്പം parole ഒരു നിൽക്കുന്നു. privilege- ഒരു parole- ജനാധിപത്യ അല്ലല്ല. നിയമവ്യവസ്ഥ അംഗീകരിക്കേണ്ട പാർട്ടികൾ ഒറ്റ കാര്യം ഇതാണ് ശംസീർ, ചെയ്യുന്നത്. ശംസീർ, ഞാൻ ശംസീർ, പറഞ്ഞല്ലോ, കോടതി ഡോക്ടർ കുറ്റക്കാരെന്ന് ആസാദിന് വിധിച്ച ഒരാളെ ഡോക്ടർ നിരപരാധിയാണ് ആസാദിന് ഈ എന്ന് കേസ് പുറത്തുനിന്ന് കണ്ട ഒരു രാഷ്ട്രീയ experience പാർട്ടി ഉണ്ടോ? നേതൃത്വവും ഞാൻ ജനപ്രതിനിധി പറഞ്ഞല്ലോ, താങ്കളും പറയുമ്പോൾ ഞാൻ അത് പറ- ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നാകുമെന്നാണ് പ്രശ്നം. ഒരു സന്ദേശത്തിന്റെ പ്രശ്നമല്ല, ആ കേസിനകത്ത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് കേസ് ഓരോ പാർട്ടിക്കും ഹൈക്കോടതിനകത്ത് ബോധ്യമില്ലേ? ട്രയൽ കോർട്ട് കൺവിക്ട് ചെയ്തു, ശരിയാണ്. പക്ഷേ ഹൈക്കോടതി ആ കേസ് എക്യൂട്ടിലാക്കും എന്നാണ് നിയമപരിജ്ഞാനമുള്ള നിയമപണ്ഡിതന്മാരോട് ചോദിച്ചാൽ പറയാൻ പറ്റുക. വളരെ ക്ലിയർ ആണ്. ശരി, ഒന്ന്. ശരി, ഇനി വളരെ രണ്ടാമത്തെ നന്ദി, കാര്യം, ശംസീർ. CPI സതീശൻ നെ പാച്ചേനി. വല്ലാത്ത രീതിയിൽ സതീശൻ ആക്ഷേപിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിണറായിക്കെതിരെ മത്സരിച്ച മമ്പറം ദിവാകരൻ ഈ കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ട ആൾ എന്ന് മാത്രമല്ല, കരുണാകരൻ വെറുതെ വിട്ട ആളാ, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെയും CPM മത്സരിപ്പിച്ചിട്ടില്ല. ഇനി ഇവിടെ വന്ന് അദ്ദേഹം മൈതാന പ്രസംഗം നടത്തുമ്പം ആരായിരുന്നു K. സുധാകരൻ എന്ന കാര്യം മറന്നുകൊണ്ട. ശരി, നാൽപ്പാടി ശരി, വാസു ശരി. അത്തരം കണക്കെടുപ്പിന് ഇനി സമയമില്ല. ശ്രീ ശംസീർ, സതീശൻ പാച്ചേനി, രവീന്ദ്രൻ രാമേശ്വരൻ, ഡോക്ടർ ആസാദ് കണക്കെടുപ്പിലേക്കല്ല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.